നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഗുരുതര രോഗബാധിതനാണെന്നും അദ്ദേഹം കോമയിലാണെന്നും റിപ്പോർട്ടുകൾ ആണ് പുറത്തു വന്നിരുന്നത്. മാത്രമല്ല, ഒരു രഹസ്യയോഗത്തിൽ തന്റെ പിൻഗാമിയായി 55 വയസ്സുള്ള മകൻ മുജ്തബ ഖമേനിയെ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഖമനേയി. ഇറാന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക ഭീഷണിയായാൽ തിരിച്ച് അമേരിക്കയ്ക്കും ഭീഷണി ഉയർത്തുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിട്ടുള്ളത്. ടെഹ്റാനുമായുള്ള ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് യുഎസുമായി ചർച്ച നടത്തുന്നത് ബുദ്ധിശൂന്യമാണെന്ന് ഖമനേയി തിരിച്ചടിച്ചത്. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ മാന്യമോ ബുദ്ധിപരമോ ആയിരുന്നില്ല എന്നും ഇത്തരമൊരു സർക്കാരുമായി ചർച്ചകൾ പാടില്ല എന്നും ഖമനേയി വ്യക്തമാക്കിയിരിക്കുകയും ചെയ്തു. ഇതോടെ ട്രംപുമായൊരു തുറന്ന യുദ്ധത്തിന് തയ്യാറായിരിക്കെ തന്നെയാണ് ഖമനേയി. അമേരിക്കക്കാർ ഇരുന്ന് ലോക ഭൂപടം മാറ്റി വരയ്ക്കുകയാണ്. എന്നാൽ അത് കടലാസിൽ മാത്രമാകും. അതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഇവർ നമ്മെക്കുറിച്ച് പ്രസ്താവന നടത്തുകയും അഭിപ്രായം പറയുകയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നു. അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ ഞങ്ങൾ അവരെയും തിരിച്ചു ഭീഷണിപ്പെടുത്തും. അവർ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ലംഘിക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ ഞങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കും എന്നാണ് ഖമനേയി വ്യക്തമാക്കിയത്. ഇതിനൊപ്പമാണ് ഗാസ സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം കൂടി വന്നത്. ഇത് സ്ഥിതിഗതികൾ രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട്. യുദ്ധത്താൽ തകർന്ന പലസ്തീൻ പ്രദേശമായ ഗാസ മുൻപ് തന്റെ രാജ്യം ഏറ്റെടുക്കുമെന്നും അത് വികസിപ്പിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ ആശയം ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ട്രംപ് ഗാസയ്ക്ക് വ്യത്യസ്തമായ ഒരു ഭാവി വിഭാവനം ചെയ്യുന്നുണ്ടെന്നും നെതന്യാഹു പറഞ്ഞുവെച്ചു. ഇതേ തുടർന്നാണ് ഖമനേയി അമേരിക്കയോട് ലോക ഭൂപടം കടലാസിൽ വരച്ച് കളിക്കാൻ ആവശ്യപ്പെട്ടത്. ഗാസ ഏറ്റെടുത്ത് അവിടെ താമസിക്കുന്ന 2.1 മില്യൺ പലസ്തീനികളെ പുനരധിവസിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ശക്തമായി നിരസിക്കുന്നതായി പലസ്തീൻ പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങളുടെ ജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഊന്നിപ്പറഞ്ഞ മഹ്മൂദ് അബ്ബാസ് ഗാസ പലസ്തീൻ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നിർബന്ധിത കുടിയിറക്കൽ അന്താരാഷ്ട്ര നിയമത്തിന്റെ ഗുരുതരമായ ലംഘനമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ മേഖലയിലെ രാജ്യങ്ങളും പ്രധാന US സഖ്യകക്ഷികളും ഈ ആശയം നിരസിക്കുക തന്നെയാണ് ചെയ്തത്. ഫലസ്തീനുകളുടെ സ്വന്തം മണ്ണിൽ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം കയ്യെത്താത്ത വിധത്തിൽ വഴുതിപ്പോകുന്നു എന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെടുകയും ചെയ്തു. പലസ്തീനികൾ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് മാറില്ല എന്നും പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാകില്ല എന്നുമാണ് സൗദി അറേബ്യയുടെ അഭിപ്രായം. നേരത്തെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേലോ അമേരിക്കയോ ആക്രമണം നടത്തിയാൽ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ആയത്തുള്ള ഖമനേയിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ട്രംപിന്റെ മുൻ ഭരണത്തിന് കീഴിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതും സംഭരിക്കുന്നതും പരിമിതപ്പെടുത്തുന്ന ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി വാഷിംഗ്ടണ് എളുപ്പത്തിൽ കരാറുകളിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്ന് കാണിക്കുന്നതാണ് എന്നാണ് ഖമനേയി വാദിച്ചത്. ട്രംപ് ഭരണകൂടവുമായുള്ള ചർച്ചകൾ യുക്തിപരമോ ബുദ്ധിപരമോ മാന്യമോ അല്ല എന്ന് അനുഭവം തെളിയിച്ചതായി ഖമനേയി തുറന്നടിക്കുകയും ചെയ്തു. ഇറാനുമായി ആണവ കരാർ ഉടമ്പടി ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത ട്രംപ് സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് ഖമനേയിയുടെ പരാമർശം ഉണ്ടായത്. തങ്ങളുടെ ആണവ പരിപാടികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും ആണവായുധങ്ങൾ വികസിപ്പിക്കാനൊന്നുമുള്ള ഉദ്ദേശം ഇല്ല എന്നുമാണ് ഖമനേയി വ്യക്തമാക്കിയത്. നയം പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് $100 ദശലക്ഷം മൂല്യമുള്ള ഇറാനിയൻ ക്രൂഡ് ഓയിൽ ചൈനയിലേക്ക് കയറ്റി അയച്ചതായി ആരോപിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മേൽ വാഷിംഗ്ടൺ വ്യാഴാഴ്ച സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരായും ഇറാൻ അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ റൗണ്ട് ആണവ ചർച്ചകൾ വേണമെങ്കിൽ ടെഹ്റാന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ട്രംപ് ഭരണകൂടത്തോട് അടുത്തിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളോട് ട്രംപ് യഥാർത്ഥ സമീപനം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ടെഹ്റാൻ പറയുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.